ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബീ വാക്സ് ഉരുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഉരുക്കി അതിനകത്ത് മെഴുക് നമ്മൾ എടുക്കുന്ന ഒരു ഇതാണ് ബീ വാക്സ്. അപ്പോൾ ഈ ബീ വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഹണി എടുക്കുമ്പോൾ അത് ചെത്തിയിട്ട് എടുക്കുന്ന ഇതാണ്. അത് ഉരുക്കി നമ്മളത് വാക്സാക്കി മാറ്റുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഉരുക്കാൻ വേണ്ടിയിട്ടൊരു ചെമ്പേട്ടിയിൽ ഒരല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇതേപോലെ ആ വാക്സുകളെല്ലാം ഇട്ട് കൊടുക്കും. നമുക്ക് ഈ മെഴുക് ഉരുകി കഴിയുമ്പോൾ അതിനെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനായിട്ട് നമുക്കൊരു നെറ്റ് വെച്ചിട്ട് അതായിരിക്കണം. ഇതൊരു ഫാനിൻ്റെ കവറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഈ നെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ വരുന്ന ചാക്കുണ്ടല്ലോ, ആ ചാക്കിൻ്റെയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് അത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ കരടുകളെല്ലാം അതിനകത്ത് അടിയിലേക്ക് പോകാതെ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിടണം. ഒരു അല്പം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഉരുകിയ മെഴുക് വീഴുന്നത്. അപ്പോൾ ആ മെഴുക് അതിനകത്ത് പൊങ്ങി കിടക്കും. നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് മെഴുകെല്ലാം ഉരുകി ഇതായി. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് കോരി ഒഴിക്കുകയാണ്. അങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ ഈ കരടെല്ലാം ഇതിനകത്ത് ഇങ്ങനെ മുകളിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കരടെല്ലാം മാറ്റി മറ്റേ മെഴുക് താഴെ വെള്ളത്തിൽ ഉണ്ടാവും. അത് നമുക്ക് കാണാം. മുഴുവനങ്ങ് ഉരുകി തീർന്നിട്ടില്ല, ഏതാണ്ടൊക്കെ ഉരുകി. അപ്പോൾ ഇതിൻ്റെ ശുദ്ധീകരിക്കുന്ന മെഴുകിൻ്റെ ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിനെടുത്ത് ഒന്നും കൂടി ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ടുള്ള ഇത് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ അത് ഒരു ഡൈയിലേക്ക് ഒഴിച്ചിട്ട് അത് കട്ടയാക്കും. ഇത് ആണ് അപ്പോൾ ഇതിനകത്തുള്ള മെഴുക്. ഈ മെഴുകിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മെഴുക് ഇതാണ്. മെഴുക് വീണ്ടും വെള്ളം ഒന്നും കൂടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആക്കിയിടുക, ഒന്നുകൂടി ഉരുക്കാൻ വേണ്ടി. ഇപ്പോൾ സെക്കൻഡ് പ്യൂരിഫിക്കേഷനിലാണ്. മെഴുക് നന്നായിട്ട് ഉരുക്കി തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടി വെള്ളത്തിലേക്ക് ഒഴിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ മെഴുക്. ഇതാണ്. ഇനി ഈ മെഴുകിനെ ഒന്നും കൂടി നമ്മൾ ചൂടാക്കിയിട്ട് നേരെ ഡൈയിലേക്ക് ഒഴിക്കും. അപ്പോൾ ഇനി ഡൈയിലേക്ക് ഒഴിക്കാനുള്ളത് നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡൈയിലേക്ക് ഒഴിച്ച് കട്ടയായിട്ട് മെഴുകായിട്ട് എടുക്കും. ഇത് വൻതേൻ്റെ ഒരു അടയാണ്. വൻതേൻ്റെ അട താഴേക്ക് വീണതാണ്. ഇതാണ് ചില ആളുകൾ കാട്ടുകടന്നൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കൊത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ഒരു സാധ്യതയാണ്. അപ്പോൾ ആളുകൾക്ക് കടന്നലിനെയും ഈ വൻതേനെയൊന്നും കാട്ടുതേനീച്ചയുടെ അതിനെയൊന്നും ചിലർക്കൊന്നും തിരിച്ചറിയാൻ പാടില്ല. അത് വൻതേനാണ്. ഇതിനെയൊന്നും നമുക്കിതിൻ്റെ മെഴുകെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തേനീച്ചയുടെ മെഴുകിൻ്റെ നമ്മൾ ഉരുക്കി ഒഴിക്കുന്നത് കണ്ടു. അത് നമ്മൾ ഡൈയിലേക്ക് ഒഴിച്ചു. ഡൈയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇതിപ്പോൾ നമ്മൾ മെഴുക് ഉണ്ടാക്കി അത് മെഴുക് മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുത്തു. ഇനി ഈ സാധനം
നമുക്ക് ഈ ഫേസ് ക്രീമിന് ഒക്കെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ഒരു പ്രൊഡക്റ്റ്. ഇനി ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ വേറെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് നമ്മളിനി ആ വാക്സിനെ ഇതേപോലെ നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാം. ഇതിപ്പോൾ ലിപ് ബാം ഉണ്ടാക്കിയതാണ്. അത് എന്നിട്ട് ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള ചെറിയ ചെറിയ കണ്ടെയ്നറുകളിൽ നിറച്ച് നമുക്ക് ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വിൽക്കാം. അപ്പോൾ ഇതിനകത്ത് ലിപ് ബാം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കണം. അത് ചേർത്തിട്ട് വേണം അത് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനിതിന് ശേഷം കാണിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചില ഓയിലുകളൊക്കെ ചേർക്കണം, ചില എസൻസ് ഓയിലുകൾ ചേർക്കണം. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ.